ഞങ്ങളുടെ സംഘടന മാതൃസംഘടന പറയുന്ന ഏറെക്കാലമായി BJP ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ് പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് മറിക്കലുണ്ട്, യു ഡി എഫിന് LDF വോട്ട് മറിക്കുന്നു എന്നുള്ളത്. ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പോടെ ആ ആരോപണത്തിന് പ്രസക്തി ഇല്ലാതായില്ലേ? LDF വോട്ട് മറിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയുക? 44,000 വോട്ടുണ്ടായിരുന്ന പാർട്ടി 37. എന്തായിരുന്നു സരിന്റെ വലിയ ക്ലെയിം? കണ്ണാടിയിലും മാത്തൂരും ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തും, അവിടെ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ലീഡ് നിങ്ങൾ ഒന്ന് നോക്കിക്കോ എന്നാ പറഞ്ഞത്. അവിടെ മാത്തൂരും കണ്ണാടിയിലും എന്താ ലീഡ് കിട്ടിയിരിക്കുന്നത്? സി കൃഷ്ണകുമാർ, ഒരു കാര്യം നമുക്ക് 1000 അല്ലെങ്കിൽ 500 വോട്ട് കുറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അതൊരു പരാജയത്തിന്റെ വലിയൊരു ചെറുതൊന്നുമല്ല തലങ്ങൾ തുറക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ കാരണം എന്താണ്? സി കൃഷ്ണകുമാർ അതിന്റെ വഴികളിലൂടെ ഓരോ ഇടവഴികളിലൂടെയും സഞ്ചരിച്ച വ്യക്തി, ആ പാലക്കാടിന്റെ സ്പന്ദനത്തെ അറിയാവുന്ന വ്യക്തി, ഈ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് മനസ്സിലാക്കുക? ഞാൻ പറഞ്ഞല്ലോ, നഗരസഭാ പരിധിയിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ, അതായിരുന്നു ഞങ്ങളുടെ വിജയപ്രതീക്ഷ. പഞ്ചായത്തുകൾ, കാരണം നഗരസഭയെ സംബന്ധിച്ച് ഇവർ നടത്തുന്ന പ്രചരണം, നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന രായിരി, മാത്തൂര്, കണ്ണാടി, ഈ 3 പഞ്ചായത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, ജോലിക്കും മറ്റുമായിട്ടൊക്കെ ആശ്രയിക്കുന്നത് നഗരസഭാ പരിധിയിലുള്ള സ്ഥാപനങ്ങളെയാണ്. അപ്പൊ നഗരസഭാ ഭരണത്തെ സംബന്ധിച്ച് നടത്തിയ ദുഷ്പ്രചരണം, വലിയ ദുഷ്പ്രചരണം, അത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല. അത് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ അതൊരു തടസ്സമായി വന്നിട്ടുണ്ട്. ആ വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു. അതായിരുന്നു ഞങ്ങളുടെ വിജയപ്രതീക്ഷ. ശ്രീ കൃഷ്ണകുമാർ നല്ല ഒരു ആവേശകരമായ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയായ വ്യക്തിയാണ്. ഇനിയും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ചർച്ചകൾ എന്തായാലും മാതൃഭൂമി ന്യൂസുമായി പങ്കുചേരണം. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ വിശകലനങ്ങൾ നടത്തിയതിന്.